Hi all, welcome to Competitive Cracker. ഞാൻ അഞ്ജിത. ഡിസംബറിൽ വരാനിരിക്കുന്ന CSIR എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. CSIR ലൈഫ് സയൻസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരമായി കണ്ടുവരുന്ന ചില കോർ ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സിൽ നിന്നുള്ള 2-3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: മെലാനോപ്സിൻ ഇസ് ഫൗണ്ട് ഇൻ വിച്ച് സെൽ ഓഫ് റെറ്റിന? അപ്പോൾ കൃത്യമായി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, കണ്ണിലെ റെറ്റിനയിൽ കാണുന്ന എന്തോ ഒന്നാണ് മെലാനോപ്സിൻ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റെറ്റിനയിലെ ഏത് സെല്ലിലാണ് ഈ പറയുന്ന പിഗ്മെന്റ് കാണുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ ഓപ്ഷൻ ആയിട്ട് കോൺസ് പറയുന്നുണ്ട്, റോഡ്സ് പറയുന്നുണ്ട്, ഗാംഗ്ലിയോൺ സെൽസ് പറയുന്നുണ്ട്, ബൈപോളാർ സെൽസ് പറയുന്നുണ്ട്. അപ്പോൾ ഗാംഗ്ലിയോൺ സെൽസ് ആണെങ്കിലും ബൈപോളാർ സെൽസ് ആണെങ്കിലും കോൺസ്, റോഡ്സ് ഇതെല്ലാം കാണുന്നത് ഏത് ഭാഗത്ത് തന്നെയാ? റെറ്റിന എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ കാണുന്ന സെല്ലുകളാണ് ഈ പറഞ്ഞവയെല്ലാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിക്കേ, ഈ കോൺസ് ആൻഡ് റോഡ്സ് ഇതിനെ ടുഗെദർ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? ഫോട്ടോ റിസെപ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്? ഫോട്ടോ റിസെപ്റ്റേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്, അല്ലെ? ഈ കോൺ സെൽസ് എന്താണ്? ബ്രൈറ്റ് ലൈറ്റിൽ നമുക്ക് കാഴ്ച സാധ്യമാക്കുന്ന ഫോട്ടോ റിസെപ്റ്റർ സെല്ലുകളാണ് കോൺ സെൽസ് എന്ന് പറയുന്നത്. ആൻഡ് റോഡ് സെൽസ് എന്താണ്? ഡിം ലൈറ്റിൽ കാഴ്ചയെ സാധ്യമാക്കുന്ന പിഗ്മെന്റുകൾ അല്ലെങ്കിൽ സെല്ലുകളെയാണ് റോഡ് സെല്ലുകൾ എന്ന് വിളിക്കുന്നത്, അല്ലെ? റോഡ് സെല്ലിൽ കാണുന്ന പിഗ്മെന്റിനെ എന്താ വിളിക്കുക? റോഡോപ്സിൻ എന്ന് വിളിക്കും. കോൺ സെല്ലിൽ കാണുന്നതിനെ ഫോട്ടോപ്സിൻ എന്ന് വിളിക്കും, അല്ലെ? ആൻഡ് റോഡ് സെല്ലുകളുടെയൊക്കെ പ്രവർത്തനത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിയല്ലേ? ഇനി നോക്കിക്കേ, ഗാംഗ്ലിയോൺ സെൽസ് ആണെങ്കിലും ബൈപോളാർ സെൽസ് ആണെങ്കിലും ഇതെല്ലാം എന്താണ്? ഏത് ഭാഗത്താണ് കാണുന്നത്? റെറ്റിനയിൽ തന്നെയാണ് കാണുന്നത്. അപ്പൊ ഈ റെറ്റിന എന്ന് പറയുന്നത് ഇമേജ് ഫോം ചെയ്യുന്ന ഒരു സ്ക്രീനാണ്, ശരിയല്ലേ? അപ്പൊ നോക്കിക്കേ, അപ്പൊ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്: മെലാനോപ്സിൻ കാണുന്നത് ഏത് സെല്ലിലാണെന്ന ചോദ്യം. ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് ഗാംഗ്ലിയോൺ സെൽസ് ആണ്. എന്താണ് നമ്മുടെ ആൻസർ? ഗാംഗ്ലിയോൺ സെൽസ് ആണ് നമ്മുടെ ആൻസർ. ഇനി എന്തുകൊണ്ടാണ് ഈ ആൻസറിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, 3 ടൈപ്സ് ഓഫ് സെൽസ് ഇൻ റെറ്റിന. ഇതില് റോഡ്സ് ആൻഡ് കോൺസ് എല്ലാം എന്താണ്? ഫോട്ടോ റിസെപ്റ്റർ സെല്ലുകളിൽ പെടുന്നതാണ്. എന്താണ്? ഫോട്ടോ റിസെപ്റ്റർ സെല്ലുകളിൽ പെടുന്നതാണ്. ഫോട്ടോ റിസെപ്റ്റർ എന്ന് പറയുമ്പോൾ എന്താ? ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്ന സെല്ലുകളാണ്, ശരിയല്ലേ? ഇനി അടുത്ത എന്താ? ബൈപോളാർ സെല്ലുകൾ. ഏതാണ്? ബൈപോളാർ സെല്ലുകൾ. എന്താ അതിന്റെ ഫംഗ്ഷൻ? റിലേ സിഗ്നൽസ് ഫ്രം ഫോട്ടോ റിസെപ്റ്റേഴ്സ് ടു ഗാംഗ്ലിയോൺ സെൽസ്. കണ്ടോ, ഫോട്ടോ റിസെപ്റ്ററുകളായിട്ടുള്ള റോഡ്സിൽ നിന്നും കോൺസിൽ നിന്നും ഒക്കെ വരുന്ന സിഗ്നലുകളെ എന്താണ്? ഗാംഗ്ലിയോൺ സെല്ലിലേക്ക് എത്തിക്കുന്നവരാണ് ബൈപോളാർ സെല്ലുകൾ. അടുത്ത നോക്കിയേ, ഗാംഗ്ലിയോൺ സെല്ലുകൾ. നമ്മുടെ റെറ്റിനയിൽ കാണുന്ന 3ാമത്തെ ടൈപ്പ് സെല്ലുകളാണ് ഗാംഗ്ലിയോൺ സെല്ലുകൾ എന്ന് പറയുന്നത്. ദേ ആർ ഓഡ്. ആ ഭാഗത്ത് നമുക്ക് ഓർഡിനറി ഗാംഗ്ലിയോൺ സെല്ലുകളും കാണാം, IPRGCs കാണാം. എന്താ IPRGCs? ഇൻട്രിൻസിക്കലി ഫോട്ടോ സെൻസിറ്റീവ് റെറ്റിനൽ ഗാംഗ്ലിയോൺ സെൽസ്. അപ്പോൾ ഇത് ഗാംഗ്ലിയോൺ സെല്ലുകൾ തന്നെ 2 ടൈപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഏതൊക്കെയാണ്? ഒന്ന് ഓർഡിനറി ഗാംഗ്ലിയോൺ സെൽസും ആൻഡ് സെക്കൻഡ് ടൈപ്പ് ഇസ് IPRGC ഫുൾ ഫോം എന്താ? ഇൻട്രിൻസിക്കലി ഫോട്ടോ സെൻസിറ്റീവ് റെറ്റിനൽ ഗാംഗ്ലിയോൺ സെൽസ്. ഇനി ഇതിലാണ് ഈ IPRGC അകത്ത് കാണുന്ന പിഗ്മെന്റ് ആണ് മെലാനോപ്സിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായി മനസ്സിലായി അത് ഗാംഗ്ലിയോൺ സെല്ലിലാണ് ആ പിഗ്മെന്റ് കാണുന്നത് എന്ന് കൃത്യമായി മനസ്സിലായല്ലോ. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? ട്രാൻസ്മിറ്റ് വിഷ്വൽ ഇൻഫർമേഷൻസ് ഫ്രം ബൈപോളാർ സെൽസ് ടു ബ്രെയിൻ വയ ഒപ്റ്റിക് നെർവ്. കണ്ടോ, നമ്മുടെ കണ്ണിൽ ഉണ്ടാകുന്ന ഇമേജസ് അതെന്താണ് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ എന്താ? അവിടെ നിന്നുമുള്ള സിഗ്നലുകൾ ബ്രെയിനിൽ എത്തണം, അല്ലെ? ആ ബ്രെയിനിൽ എത്തുമ്പോഴാണ് ആ പറയുന്ന ഇമേജിനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ബൈപോളാർ സെൽസിൽ നിന്നുമുള്ള സിഗ്നലുകളെ എവിടെയാണ്? ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിലേക്ക് കൊണ്ടെത്തിക്കുന്നവരാണ് എന്ത്? ഈ പറയുന്ന ഗാംഗ്ലിയോൺ സെല്ലുകൾ, വിഷ്വൽ ഇൻഫർമേഷൻ. അപ്പോൾ നമ്മുടെ ഫോട്ടോ റിസെപ്റ്ററുകളിൽ നിന്നും, അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വന്ന് വീഴുന്നു നമ്മുടെ കണ്ണിലേക്ക്. ആ ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ ഫോട്ടോ റിസെപ്റ്റർ സെല്ലുകളുണ്ട്. റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ് ആർ ദെയർ ടു ഡിറ്റക്ട് ദി സെൽ, ആക്ച്വലി ഡിറ്റക്ട് ദ ലൈറ്റ്, അല്ലെ? ഇനി എന്താണ്? ഫോട്ടോ റിസെപ്റ്ററുകൾ ഡിറ്റക്ട് ചെയ്തു, അവിടെ നിന്നും ദോസ് സിഗ്നൽസ് വിൽ ട്രാൻസ്മിറ്റ് ടു ദ ബൈപോളാർ സെൽസ്. ബൈപോളാർ സെൽസിൽ എത്തി സിഗ്നലുകൾ, ആൻഡ് ഫ്രം ദെയർ ദേ വിൽ ഗിവ് ദീസ് സിഗ്നൽസ് ടു ഗാംഗ്ലിയോൺ സെൽസ്. ഗാംഗ്ലിയോൺ സെൽസിലേക്ക്
എത്തുന്നു. ഗാംഗ്ലിയോൺ സെൽസിൽ നിന്നും they will conduct these signals to the brain ത്രൂ ഒപ്റ്റിക് നെർവ് വഴി സിഗ്നലുകളെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഓരോ ഗാംഗ്ലിയോൺ സെല്ലിനും സിഗ്നലുകൾ കിട്ടുന്നത് ബൈപോളാർ സെല്ലുകളിൽ നിന്നാണ്. ആൻഡ് ഈ ബൈപോളാർ സെല്ലുകൾക്ക് സിഗ്നലുകൾ കിട്ടുന്നത് ഫോട്ടോ റിസെപ്റ്റേഴ്സിൽ നിന്നുമാണ്. അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ബേസിക് കോൺസെപ്റ്റ് മനസ്സിലായവരാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താവുന്നതാണ്. ഓക്കെ, ശരി. ദ ആക്സോൺസ് ഓഫ് ദ ഗാംഗ്ലിയോൺ സെൽ കം ടുഗദർ ടു ഫോം ഒപ്റ്റിക് നെർവ്. കണ്ടോ, ഈ ഗാംഗ്ലിയോൺ സെല്ലുകളിലെ ആക്സോണുകൾ കൂടിച്ചേർന്ന് എന്തായി മാറുന്നു? ഒപ്റ്റിക് നെർവായിട്ട് മാറുന്നു. വിച്ച് ഇസ് ദ ക്രേനിയൽ നെർവ്. സെക്കൻഡ് ക്രേനിയൽ നെർവ് ആണ് നമ്മുടെ ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്നത്. അവിടെ നിന്നും സിഗ്നലുകളെ ബ്രെയിനിന്റെ വിഷ്വൽ സെന്റേഴ്സിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ കൃത്യമായിട്ട് പറയാം. മെലാനോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് കാണുന്നത് എവിടെയാ? ഗാംഗ്ലിയോൺ സെല്ലുകളിലാണ്. ഓക്കെ, ശരി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നോക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കി പോകാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇതൊരു വലിയ സ്റ്റോറി പോലെയൊക്കെ ഉണ്ട്, പക്ഷെ അത്ര വലിയ സംഭവമൊന്നുമല്ല. ഹോർമോൺസ് അല്ലെങ്കിൽ എൻഡോക്രൈനോളജി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്നും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഹോർമോണുകളെ പറ്റിയും ആ ഹോർമോണുകൾ എവിടെ നിന്ന് ഉണ്ടാകുന്നു, എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന കാര്യങ്ങളെ പറ്റി ഒരു ബേസിക് നോളജ് ഉള്ള ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം 2018 ഡിസംബർ മാസത്തിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 2 individuals A and B, each of 75 kilogram body weight, have similar volume of body water. Both of them had a high salt snack. However, individual A also had a glass of alcoholic drink. Based on this information, which one of the following statements is true? എന്നാണ് ചോദ്യം. എന്താണ്? വായിക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും. കാരണം അവരുടെ ബോഡി വെയിറ്റ് ഉൾപ്പെടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ ഓർക്കും ഇത് എന്തൊക്കെയോ എന്താണ് പറയുക കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് കണ്ടുപിടിക്കേണ്ടതായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. വെറുതെ ആണ് ഇതെല്ലാം നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി വെറുതെ കൊടുത്തിരിക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. 2 ഇൻഡിവിജ്വൽസ് എയും ബിയും, രണ്ടുപേരുടെയും വെയിറ്റ് ഒന്നാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അത് എത്രയോ ആയിക്കോട്ടെ. ഓക്കെ, വെയിറ്റ് ഒന്നാണ്, ശരി. ആൻഡ് സിമിലർ വോളിയം ഓഫ് ബോഡി വാട്ടർ, അവരുടെ ബോഡിയിലെ വെള്ളത്തിന്റെ വോളിയവും സെയിം ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി 2 പേരും എന്താണ്? ഹൈ സോൾട്ട് സ്നാക്ക്, നല്ല രീതിയിൽ സോൾട്ടി ആയിട്ടുള്ള എന്തോ സ്നാക്ക് ഒക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ് 2 പേരും. ഓക്കെ, പിന്നെ എന്താ കൊടുത്തിരിക്കുന്നത്? ഹവവർ ഇൻഡിവിജ്വൽ എക്ക് പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ഇൻഡിവിജ്വൽ എ ഓൾസോ ഹാഡ് എ ഗ്ലാസ് ഓഫ് ആൽക്കഹോളിക് ഡ്രിങ്ക്. സ്നാക്ക് മാത്രമല്ല, സ്നാക്ക് കഴിക്കുന്നതിനിടയ്ക്ക് രണ്ട് ഗ്ലാസ് ആൽക്കഹോൾ ഡ്രിങ്കും കൂടി കുടിച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് എന്ന് പറയുന്നില്ല, ജസ്റ്റ് ആൽക്കഹോളിക് ഡ്രിങ്ക്, ഒരു ഗ്ലാസ് ആൽക്കഹോളിക് ഡ്രിങ്ക് കൂടി എ കുടിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ പറയുന്നത്? എ ആൻഡ് ബി എന്ന് പറയുന്ന 2 ഇൻഡിവിജ്വൽസ്, 2 പേരുടെയും ബോഡി വെയിറ്റ് ഒന്നാണ്, 2 പേരുടെയും ബോഡിയിലെ വാട്ടറിന്റെ വോളിയം ഒന്നാണെന്ന് കൊടുത്തിട്ടുണ്ട്. 2 പേരും ഹൈ സോൾട്ട് ആയിട്ടുള്ള ഒരു സ്നാക്ക് കഴിച്ചിട്ടുണ്ട്. പക്ഷെ എ മാത്രം എക്സ്ട്രാ ഒരു ആൽക്കഹോളിക് ഡ്രിങ്കും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ചോദിക്കുന്നത്? ഈ ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഓപ്ഷൻ എ will have lower circulating level of anti-diuretic hormone than B option, B will have lower circulating level of ADH than A. C option, the level of ADH will not change in these 2 individuals. D option, the reabsorption of water in kidney will be more in A than B. എന്താണ് പറയുന്നത്? നോക്കിക്കേ, ഇവിടെ ഹൈ സോൾട്ട് സ്നാക്ക് ആണെങ്കിലും എന്താണെങ്കിലും ഇവിടെ ഏറ്റവും ഒരു ഡിസ്റ്റിങ്വിഷിംഗ് ആയിട്ടുള്ള പോയിന്റ് എന്ന് വെച്ചാൽ ഈ ആൽക്കഹോളിക് ഡ്രിങ്ക് എടുത്തേക്കുന്നത് തന്നെയാണ്. അപ്പൊ എ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ആൽക്കഹോളിക് ഡ്രിങ്ക് എടുത്തത് കൊണ്ട് തന്നെ എ എന്ന് പറയുന്ന ഇൻഡിവിജ്വലിന്റെ ബോഡിയിലെ ADHന്റെ ലെവല് കുറവായിരിക്കും. ADHന്റെ ലെവല് കുറവായിരിക്കും എന്ന് വെച്ചാൽ എന്താ? ADH എന്താ? ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ വാസോപ്രസിൻ എന്ന് പറയും അല്ലെ. ഹൈപ്പോതലാമസിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോണുകളാണ്, ഒന്ന് ഓക്സിറ്റോസിനും 2 വാസോപ്രസിനും. അപ്പൊ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഈ ADHന്റെ പ്രൊഡക്ഷനെ ഡിക്രീസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ എന്ത് മനസ്സിലാക്കാൻ നമുക്ക്? ഓപ്ഷൻ എ നോക്കിയേ. എ വിൽ ഹാവ് എ ലോവർ സർക്കുലേറ്റിംഗ് ലെവൽ ഓഫ് ADH. കണ്ടോ, എക്ക് ബിനെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ
ADH ലെവൽ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ അല്ലേ കറക്റ്റ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്ന് നോക്കിയേ, ബി വിൽ ഹാവ് ലോവർ ADH. അല്ലല്ലോ, അല്ല. ADH രണ്ടുപേർക്കും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അല്ല. ഡി നോക്കിയേ, ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ കിഡ്നി വിൽ ബി മോർ ഇൻ എക്കായിരിക്കും വാട്ടർ റീഅബ്സോർപ്ഷൻ കൂടുതലെന്ന്. അല്ല, ADH ലോ ആണെങ്കിൽ, ADH ലെവൽ ലോ ആണെങ്കിൽ വാട്ടർ റീഅബ്സോർപ്ഷനും എന്തായിരിക്കും? കുറവായിരിക്കും. ADH കൂടിയാൽ വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ കൂടും. അപ്പോൾ ADH ലോ ആണെന്ന് പറയുമ്പോൾ എന്താ, വാട്ടർ അധികം റീഅബ്സോർബ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ യൂറിൻ കൂടുതലായി പുറത്തേക്ക് പോകുമെന്നർത്ഥം. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡിയും തെറ്റാണ്. നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ലേ? ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യത്തിൻ്റെ തന്നെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ആൽക്കഹോൾ എന്ന് പറയുന്നത് ADHന്റെ അല്ലെങ്കിൽ വാസോപ്രസിന്റെ സെക്രീഷനെ കുറയ്ക്കുന്നു. അത് ഏത് ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നത്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്നാണ് അല്ലേ? പിറ്റ്യൂട്ടറി തന്നെ രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആൻഡ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയെ അഡിനോ ഹൈപ്പോഫൈസിസ് എന്നും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയെ ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്നുമാണ് വിളിക്കുന്നത് അല്ലേ? അതായത് ന്യൂറോൺസിനെ ബ്ലഡുമായി കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് നമുക്ക് വിളിക്കാം അല്ലെ? അവിടെ നിന്നും ഓക്സിറ്റോസിനും വാസോപ്രസിനും ഉണ്ടാവുന്നുണ്ട്. ADH വാട്ടർ റീഅബ്സോർപ്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ്. ഇൻഡിവിജ്വൽ ആൽക്കഹോൾ എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ADHന്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതുകൂടി ഒന്ന് ഓർത്തോണം, ADH എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് എന്ന് കേട്ടോ. ADH നമ്മൾ പറഞ്ഞു ഹൈപ്പോതലാമസിന്റെ ന്യൂക്ലിയസുകളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഏതാണ് പ്രധാനമായും? സുപ്രാ ഒപ്റ്റിക് ന്യൂക്ലിയസും പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയസും. ഈ രണ്ട് ന്യൂക്ലിയസിൽ നിന്നാണ് പ്രധാനമായും ADH ഉണ്ടാവുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ADH ഉണ്ടാവുന്നത് ഏത് ഭാഗത്തു നിന്നാണ്? സുപ്രാ ഒപ്റ്റിക് ന്യൂക്ലിയസിൽ നിന്നാണ് മോസ്റ്റ് ഓഫ് ദി ADHും ഉണ്ടാവുന്നത്. അതിന് വളരെ ചെറിയ രീതിയിൽ പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയസിൽ നിന്നും ADH ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. An E. coli takes 40 minutes to duplicate its genome using a bidirectional mode of replication. If E. coli were to use a unidirectional mode of replication to synthesize a full copy of DNA complementary to just one of the strands of the genome, it would take. ഒന്നുമില്ല, ഒരു E. coli എന്ന് പറയുന്നത് ബൈ ഡയറക്ഷണൽ ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യുകയാണ് അല്ലെ? നമ്മൾ E. coliയുടെ ആ ഒരു റെപ്ലിക്കേഷൻ, നമ്മുടെ ബാക്ടീരിയയുടെ എന്താണ് ജീനോം നമ്മൾ സർക്കുലാർ ആണ്, എന്താണ് ബാക്ടീരിയയുടെ DNA അല്ലെങ്കിൽ അവരുടെ ജീനോം എന്ന് പറയുന്നത് അല്ലേ? ആൻഡ് അവർ കാണിക്കുന്നത് അവർക്കൊരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടാവും, ORA ഉണ്ടാവും. അവിടെ നിന്ന് രണ്ട് ഡയറക്ഷനിലേക്കും എന്താ റെപ്ലിക്കേഷൻ പോകുന്നുണ്ട്. ആൻഡ് ഈ റെപ്ലിക്കേഷൻ വന്ന് മീറ്റ് ചെയ്യുന്ന ആ മീറ്റിംഗ് പോയിന്റിൽ വെച്ചിട്ട് എന്താണ്, ഈ രണ്ട് സ്ട്രാൻഡ്സും രണ്ട് സെപ്പറേറ്റ് റിങ്സ് ആയിട്ട് ഫോം ചെയ്യും. ടാറ്റനിങ്സ് എന്ന് വിളിക്കും അല്ലേ? രണ്ട് സെപ്പറേറ്റ് റിങ്സ് ആയിട്ട് ഇങ്ങനെ ഫോം ചെയ്യും. ആൻഡ് ഫൈനലി ആ രണ്ട് റിങ്ങും ഡിറ്റാച്ച് ചെയ്ത് രണ്ട് സെപ്പറേറ്റ് DNA ആയിട്ട് മാറും. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ ബൈഡയറക്ഷണൽ ആയിട്ടാണ് അവിടെ റെപ്ലിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഒരു സൈഡിലെ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പകുതി വരെ നടക്കുന്നുള്ളൂ. ആൻഡ് ഇവിടെയും എന്താ ഹാഫ് നടക്കുന്നുള്ളൂ. ആൻഡ് രണ്ടും എന്താ ഒരു പോയിന്റിൽ വെച്ച് മീറ്റ് ചെയ്യും, അവിടെ വെച്ച് റെപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ? അങ്ങനെ ബൈഡയറക്ഷണൽ റെപ്ലിക്കേഷന് വേണ്ടിയിട്ട് E. coli എടുക്കുന്ന ടൈം 40 minutes ആണെന്നാണ് പറയുന്നത്. ഇനി അവിടെ ഒരു കണ്ടീഷൻ പറയുന്നു, ഇനി E. coli യൂണിഡയറക്ഷണൽ റെപ്ലിക്കേഷൻ ആയിരുന്നു എങ്കിൽ, അതായത് രണ്ട് സൈഡിലും റെപ്ലിക്കേഷൻ നടക്കാതെ ഒരു സൈഡിൽ മാത്രമാണ് റെപ്ലിക്കേഷൻ നടക്കുന്നതെങ്കിൽ അവർക്ക് ഈ ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണം അല്ലേ? ഈ ഫുൾ സൈക്കിൾ അവർക്ക് റെപ്ലിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ അവർ ഹാഫ് ടൈമാണ് എടുത്തിരുന്നത് എങ്കിൽ ഇവിടെ നമുക്ക് അതിൻ്റെ ഡബിൾ ടൈം എടുക്കണം വേണ്ടേ? ഫോർ എക്സാമ്പിൾ ഇവിടെ 10 മിനിറ്റ് കൊണ്ട് ഇത്രയും കംപ്ലീറ്റ് ചെയ്തിരുന്നിടത്ത് അവർക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 10 × 2 20 അവർ എടുക്കും അല്ലേ? 10 × 2 എത്രയാണ്? 20 മിനിറ്റ് അവരിവിടെ എടുക്കണം വേണ്ടേ? അതാണ് ഇവിടെ കൃത്യമായി ചോദിച്ചിരിക്കുന്നത്. അവരുടെ ബൈ ഡയറക്ഷണൽ റെപ്ലിക്കേഷന് വേണ്ടിയിട്ട് അവർ 40 മിനിറ്റ് ആണ് എടുക്കുന്നത് എങ്കിൽ, അത് യൂണി ഡയറക്ഷണൽ മോഡ് ഓഫ് റെപ്ലിക്കേഷൻ ആയിരുന്നുവെങ്കിൽ എത്ര ടൈം അവർ എടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് വുഡ് ടേക്ക്, അതായത് 2 × ടൈം ടേക്കൺ ബൈ ഡയറക്ഷൻ. അതായത് ബൈ ഡയറക്ഷണൽ റെപ്ലിക്കേഷന് വേണ്ടി എത്ര ടൈം എടുത്തോ ആ ടൈം × 2 നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മനസ്സിലാവും, അവർ 80 മിനിറ്റ് ആണ് എടുക്കുന്നത്. എത്രയാണ്? 80 മിനിറ്റ് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ സംഭവമായിട്ടൊക്കെ തോന്നും.
ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വഴി മാത്രമേ നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന CSIR ലൈഫ് സയൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. കാരണം നമ്മുടെ എക്സാം 3 ഭാഗങ്ങളായിട്ടാണ് നടക്കുന്നത്. പാർട്ട് A, B ആൻഡ് C ഉണ്ട് അല്ലേ. A എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഒക്കെയാണ് വരുന്നത്. B എന്ന് പറയുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലോജിക് അപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് Bയിൽ വരുന്നത്. ആൻഡ് C എന്ന് പറയുന്നത് കുറച്ചും കൂടി എന്താ ആപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ കുറച്ചും കൂടി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് നമ്മൾ ചിന്തിച്ചിരുന്ന് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെയാണ് പാർട്ട് Cയിൽ വരുന്നത്. ആൻഡ് പാർട്ട് C തന്നെയാണ് ഏറ്റവും മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. സോ പാർട്ട് Cയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഫുൾ ആൻസർ ചെയ്യാൻ പറ്റിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ കയറും. അപ്പോൾ അതിന് കൃത്യമായി വേണ്ടത് ബേസ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് തന്നെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ലൈഫ് സയൻസിന് വേണ്ടിയിട്ട് ഒരു ഫ്രീ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഫ്രീ ഗ്രൂപ്പിൽ എന്താ ഫ്രീ ആയിട്ടുള്ള എന്താണ് നിങ്ങൾക്ക് നോട്ട്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ഡെയിലി വർക്കൗട്ട്സും ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ് അത്തരത്തിലുള്ള ഡിസ്കഷൻസ് എല്ലാം നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ള എല്ലാവരും നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. നമ്പേഴ്സ് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്